ഈ ദിനങ്ങളിൽ ഈ വചനകൂടാരത്തിൽ കേട്ടുകൊണ്ടിരുന്നൊരു വാക്കാണ് തിരുവചനം നിലക്കണ്ണാടിയാണ് എന്ന്. മുഖം നോക്കുന്ന കണ്ണാടിയേക്കാൾ നമുക്കെല്ലാവർക്കും ഇഷ്ടം മുഖത്ത് വെക്കുന്ന കണ്ണാടിയാണ്. മുഖം നോക്കുന്ന കണ്ണാടി എനിക്ക് എന്നെ തന്നെ കാണാൻ സഹായിക്കുന്നു എങ്കിൽ, മുഖത്ത് വെക്കുന്ന കണ്ണാടി എനിക്ക് മറ്റുള്ളവരെ കാണാൻ എന്നെ പ്രാപ്തീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖം നോക്കുന്ന കണ്ണാടിയേക്കാൾ മറ്റുള്ളവരെ കാണുന്ന മുഖത്ത് വെക്കുന്ന കണ്ണാടിയോട് നമുക്ക് പ്രിയം കൂടുതലും. തിരുവചനം ഒരു നിലക്കണ്ണാടിയാണ്. ഈ നിലക്കണ്ണാടിക്ക് മുമ്പിൽ എനിക്ക് എന്നെ തന്നെ കാണുവാൻ, എനിക്ക് എന്നെ തന്നെ തിരുത്തുവാൻ, എനിക്ക് തിരിഞ്ഞൊന്ന് നടക്കുവാൻ സാധ്യമായി തീരണം. ഇന്ന് സന്ധ്യയിൽ നമുക്ക് ലഭിക്കുന്ന വചനം അതിന് മുഖാന്തരമാകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ആകുന്നു. എങ്കിലും 20-ാം വാക്യത്തിൻ്റെ അവസാന വാക്യം ഞാൻ കുറിവാക്യമായി വായിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. വചനമാകുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ സന്ധ്യയുടെ ശാന്തതയിൽ ഈ വചനകൂടാരത്തിലായിരിക്കാൻ നീ ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. വചനം ഞങ്ങളെ വിളിക്കുകയും വചനം ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നിലക്കണ്ണാടിയാകുന്നുവെങ്കിൽ, ഈ രാത്രി ഞങ്ങൾക്ക് ലഭ്യമായ വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ, തിരുത്തുവാൻ, പുതുക്കപ്പെടുവാൻ, അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ എത്തിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ചാരത്തും വിദൂരങ്ങളിലും ഇരുന്ന ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ട വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അറിയപ്പെടുന്നത് ഡൂയിങ് ഗോസ്പൽ അഥവാ പ്രവൃത്തിയുടെ സുവിശേഷം എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ഊന്നി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫീലിംഗ് ഗോസ്പൽ എന്നാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അറിയപ്പെടുന്നത്. ആർദ്രതയുടെ സുവിശേഷം. തള്ളപ്പെട്ടവനെയും ഒറ്റപ്പെട്ടവനെയും തേടിപ്പോകുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന സുവിശേഷമാണത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷമാകട്ടെ അറിയപ്പെടുന്നത് ടീച്ചിങ് ഗോസ്പൽ എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽക്ക് പ്രാധാന്യം നൽകുന്ന സുവിശേഷം. ഈ സുവിശേഷത്തിൻ്റെ രചയിതാവായ വിശുദ്ധ മത്തായി യേശുക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞ സുവിശേഷങ്ങളിലെ ഏറ്റവും കാമ്പുള്ളതും ആശ്വാസമുള്ളതും മനുഷ്യഹൃദയങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതുമായ വാക്കുകളിലൂടെയാണ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. അതുതന്നെയാണ് ഈ സുവിശേഷത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആരംഭിക്കുന്നത് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന വലിയ ഉറപ്പോടുകൂടിയാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഇം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ, ഏൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം. കൂടെയിരിക്കുന്ന ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നതാകട്ടെ ഈ വാക്കുകൾ ഉറപ്പിച്ചുകൊണ്ടാണ്.
ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോടുകൂടെയുണ്ട്, നിങ്ങളോടുകൂടെയുണ്ട്. ഇന്ന് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് കൂടെയിരിക്കാനും കൂട്ടിരിക്കാനും ആരുമില്ലാതെ പോകുന്നൊരു കാലം. ഒറ്റയ്ക്കായി പോകുന്നു എന്ന ചിന്ത ഭരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഒറ്റയ്ക്കിരിക്കാം, ഒറ്റയ്ക്ക് നടക്കാം, ഒറ്റയ്ക്ക് ജീവിക്കുക പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ് ഒരാൾ എന്നോടൊപ്പം കൂടെയുണ്ട് എന്ന വിശ്വാസം. വീഴുമ്പോൾ ഒന്ന് താങ്ങാൻ, വഴിതെറ്റുമ്പോൾ ഒന്ന് വഴികാട്ടാൻ, കരയുമ്പോൾ എൻ്റെ കണ്ണീരൊപ്പാൻ ഒരുവൻ കൂടെ ഉണ്ടെന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുന്ന, ഉറപ്പിക്കുന്നൊരനുഭവമാണ്. ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ധാരാളം ആളുകൾ കാണാം. എന്നാൽ സാരമില്ലെന്നേ, ഞാനുണ്ട് കൂടെന്ന് പറയുവാൻ ഇന്നാളുകൾ കുറഞ്ഞു വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകാരോഗ്യ സംഘടന ഈ കോവിഡ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് മനുഷ്യർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു രോഗത്തെക്കുറിച്ചൊരു പഠനം നടത്തി. അത് ക്യാൻസർ രോഗമല്ല, ഹൃദ്രോഗമല്ല, മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഡിപ്രഷൻ എന്ന മാരകമായ രോഗത്തെക്കുറിച്ചുള്ളൊരു പഠനമായിരുന്നു. ലോകത്തധിവസിക്കുന്ന 800 കോടിയിലധികം ജനങ്ങളിൽ 300 കോടിയിലധികം ജനങ്ങൾ ഡിപ്രഷൻ രോഗത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വിഷാദ രോഗത്തിൻ്റെ കാഠിന്യം വർദ്ധിച്ചു വരുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. നിസാര കാര്യങ്ങൾ പോലും സൗമ്യമായി ഒന്ന് നേരിടുവാൻ, അഭിമുഖീകരിപ്പാൻ കഴിയാതെ വിഷാദ രോഗങ്ങൾക്ക് അടിമയായിത്തീരുന്നു. മാനസികമായ അസ്വസ്ഥതകൾ ഏറി വരുന്നൊരു കാലം. മാനസികമായ അസ്വസ്ഥതകളുടെ മധ്യത്തിൽ ഒരു മനഃശാസ്ത്ര രോഗ വിദഗ്ധനെ കാണാമെന്നല്ലോ. കാണണം, നല്ല കാര്യമാണ്. അതിനെ ഞാൻ കുറച്ച് കാണുകയല്ല, മറിച്ച് മനഃശാസ്ത്രത്തിൻ്റെ ആദ്യപാഠങ്ങൾ കുറിച്ച സിഗ്മണ്ട് ഫ്രോയിഡ് ക്യാൻസർ രോഗബാധിതനായപ്പോൾ 21 മില്ലി മോർഫിൻ തൻ്റെ ശരീരത്തെ കുത്തിവെച്ച് ഈ ലോകത്തോട് സ്വയം യാത്ര പറഞ്ഞവനാണ്. വിശ്വസുന്ദരിയായ മെർലിൻ മൺറോ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അധികാരമോഹിയായ ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ഹിറ്റ്ലർ സ്വയം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ സിനിമയാണ് ചിച്ചോരെ. അതിൻ്റെ നായകനായിരുന്ന സുശാന്ത് സിംഗ് രജ്പുത് സൂയിസൈഡ് ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാലത്ത് ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ച ജീവിതങ്ങൾ പലതും സ്വയം ജീവിതം അവസാനിപ്പിച്ച് ലോകത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയവരെങ്കിൽ, മരണം ആഗ്രഹിച്ച ചൂരച്ചെടിയുടെ തണലിലിരുന്നവൻ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഏലിയാവ് മരിക്കാൻ ആഗ്രഹിച്ച ചൂരച്ചെടിയുടെ തണലിൽ മതി യഹോവേ എന്ന് പറയുമ്പോൾ അവനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്നൊരു പുസ്തകമാണിത്. ആരും കാണാത്ത നേരത്ത് നട്ടുച്ചയ്ക്ക് കിണറരികിലെത്തിയവളെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്നൊരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. ജീവിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുവാൻ പോലും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അനുവദിക്കാതെ വണ്ണം ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്ന സക്കായിയെ അബ്രഹാമിൻ്റെ മകനെന്ന ഭാഗ്യപദവിയിൽ കൊണ്ടെത്തിച്ച പുസ്തകമാണ് വേദപുസ്തകം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം, ഈ വചനം നിങ്ങൾ ഭക്ഷിക്കണം. 82 വയസ്സുള്ളൊരു പ്രായമുള്ള അമ്മച്ചി, ഞാൻ ശുശ്രൂഷിച്ചൊരിടവകയിൽ തിമിര ശസ്ത്രക്രിയയ്ക്ക് പോകുവാനൊരുങ്ങി.
തലേന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ രാവിലെ എന്നെ വന്നൊന്ന് പ്രാർത്ഥിച്ചു വിടണം. കാലത്ത് ഞാൻ ആ വീട്ടിലെത്തിയപ്പോൾ ഒരു പരിഭവത്തോടെ എന്നോട് പറയുകയാണ്, അച്ഛാ ഈ വയസ്സാങ്കാലത്ത് ഞാൻ എന്തിനാണ് ഒരു ഓപ്പറേഷന് ഇനിയും ഒരുങ്ങുന്നതെന്ന് അച്ഛൻ കരുതുന്നോ? ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഒരു കൊതിയുണ്ട്, ഒരാഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഓപ്പറേഷന് പോകുന്നത്. മരിക്കും വരെ വേദപുസ്തകം വായിക്കണം എനിക്ക്. വൃദ്ധയായ ഒരമ്മ പറയുകയാണ്, മരിക്കും വരെ എനിക്ക് വേദപുസ്തകം വായിക്കണം. മസലാമണി അച്ഛൻ മാരാമൺ മണൽപ്പുറത്തുറക്ക പ്രഖ്യാപിച്ചു, പറഞ്ഞു, പ്രസംഗിച്ചു, നിന്റെ യൗവനകാലത്ത് ഈ പുസ്തകം നീ ചുമന്നാൽ നിന്റെ വാർദ്ധക്യത്തിൽ ഈ പുസ്തകം നിന്നെ ചുമക്കും. എന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, വളരെ ഗൗരവമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇന്ന് വേദപുസ്തകം വായിച്ചവർ എത്ര പേർ ഈ വചനകൂടാരത്തിൽ ഇരിപ്പുണ്ട്? കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഈ ദൈവവചനം ഭവനത്തിൽ ഒരുമിച്ചിരുന്ന് വായിച്ചവർ എത്ര പേരുണ്ട്? ജീവിതത്തിൽ മരണം കാക്ഷിക്കുന്നവരെ, ജീവിതത്തിൽ തള്ളപ്പെട്ടു പോയവരെ, ജീവിതത്തിൽ ഒന്നുമല്ലാത്തവനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന പുസ്തകമാണെന്നെങ്കിൽ ഈ വചനം നമുക്ക് തരുന്നൊരു ഉറപ്പാണ്, കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം എന്നും ജീവിക്കുന്നു. ഫെയ്ത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കൂടെ ഇരിക്കുന്നൊരു ദൈവത്തെ വളരെ വേഗം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി ഈ രാത്രിയിലെ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിൽ ഒപ്പം ചേരുന്നവനാണ് അവൻ. ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിൽ ഒപ്പം ചേരുന്നവനാണവൻ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലെന്ന് ബോധ്യമായ ദൈവം ഭൂമിയിൽ സ്വർഗീയ സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ നമുക്ക് നൽകിയ ഭാഗ്യകരമായ അവസ്ഥയാണ് നമ്മുടെ കുടുംബജീവിതം. ജീവിതം ഒരുവനായി കരുതി വെക്കുന്ന സമാനതകളില്ലാത്ത സ്നേഹത്തിൻ്റെ പേരാണ് സൗഹൃദം. ആദമിന് ദൈവം തക്കതായൊരു തുണയെ നൽകി. അതിനർത്ഥം ആദമിന് ദൈവം തക്ക ഒരു കൂട്ട് നൽകി എന്നാണ്. കൂട്ടില്ലെങ്കിൽ ഓരോ വീടും തകർന്നു പോകുന്ന കൂടാരമായി തീരും. ദൈവത്തിൻ്റെ ഭവനങ്ങളായി തീരേണ്ട വീടുകൾ തകർന്നു വീഴുന്നത് കൂട്ടെന്ന മന്ത്രം ഭവനത്തിൽ നിന്ന് ഇന്ന് പടിയിറങ്ങിപ്പോയിരിക്കുന്നത് കൊണ്ടാണ്. കൂട്ടില്ലെങ്കിൽ ജീവിതം നരകമാണ്, ജീവിതം ദുസ്സഹമാണ്, ജീവിതം ദുരിതമാണ്, ദുരന്തമാണ്. 38 സംവത്സരമായി കുളക്കരയിൽ കിടന്ന ഒരുവനോട് ചോദിച്ചാൽ അവൻ പറയും, കൂട്ടുകാരനില്ലാത്തതിൻ്റെ വേദന എന്താകുന്നു എന്ന്. 38 സംവത്സരമായി ബെത്സയിദ കുളക്കരയിൽ കിടന്നവൻ ഒരു കൂട്ടുകാരനില്ലാത്തതിൻ്റെ നരകയാതനകളുടെ ചരിത്രം അവൻ പറഞ്ഞു തരും. ദ പ്ലേസ് ഓഫ് കമ്പാഷൻ ഓർ ഹൗസ് ഓഫ് മേഴ്സി എന്ന പേരിന് അർത്ഥമുള്ള സ്ഥലമാണ്. കരുണയുടെ, ആർദ്രതയുടെ ഇടമെന്ന പേരിൻ്റെ അർത്ഥമുള്ള ബെത്സയിദയിൽ ക്രിസ്തു ജനിക്കും മുമ്പ് അവൻ കിടക്കാൻ തുടങ്ങിയതാണ്. ആളുണ്ട്, ആരവങ്ങളുണ്ട്, ആൾക്കൂട്ടമുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ടു പോയവനായി ഇതാ അവൻ കിടക്കുകയാണ്. ഇന്ന് ആളുണ്ട്, ആരവങ്ങളുണ്ട്, ആൾക്കൂട്ടങ്ങളുടെ മധ്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾ ധാരാളം. ഇന്ന് ഈ വചനകൂടാരത്തിൻ്റെ കീഴിൽ എന്നെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ജീവിതത്തിൽ ഞാനും നിങ്ങളും പലപ്പോഴും തേങ്ങിക്കരഞ്ഞു പോകുന്നൊരു വാക്കുകളാണ്, എന്നെ ആരും മനസ്സിലാക്കുവാനില്ലല്ലോ, എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ ഏകനാണല്ലോ. ഇതാ ഏകാന്തതയുടെ തീരങ്ങളിൽ, നിരാശയുടെ ആഴങ്ങളിൽ കിടന്നവന് ഇതാ പ്രതീക്ഷയുടെ തീരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ അവൻ വന്നു. അവൻ്റെ പേരാണ് ക്രിസ്തു. നിരാശയുടെ ആഴങ്ങളിൽ കിടന്നവൻ പ്രതീക്ഷയുടെ തീരങ്ങളിലേക്ക് അവനെ കൈപിടിച്ച് ഉയർത്തുകയാണ്.
നിരാശയിൽ ആണ്ടുകിടന്നവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വാട്ട് ഷാൽ ഐ ഡു? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇന്ന് നമ്മുടെ ആത്മീയ ലോകത്ത് ആളുണ്ട്, ആൾക്കൂട്ടമുണ്ട്, ആരാധനയുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ആഘോഷങ്ങളുടെ തിമിർപ്പിലാണ് ഞാനും നിങ്ങളും. നമ്മുടെ ദേവാലയങ്ങളിലുണ്ട്, ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നവരിൽ ഒരു ആത്മീയ അകലമുണ്ട്. എന്താണ് ആത്മീയതയുടെ അകലം? ഒരുമിച്ചിരുന്ന് ഒരേ ദേവാലയത്തിൽ ഒരേ ബെഞ്ചിലിരുന്ന് ശരീരം കൊണ്ട് അടുത്തിരിക്കുകയും മനസ്സുകൊണ്ട് അകന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതാണ് ആത്മീയതയുടെ അകലം. ശരീരം കൊണ്ട് അടുത്തിരിക്കുകയും മനസ്സുകൊണ്ട് അകന്നിരിക്കുകയും ചെയ്യുന്നതാണ് ആത്മീയതയുടെ അകലമെങ്കിൽ, ഇതാ ബത്സയിദ കുളക്കരയിൽ അവഗണനയേറ്റവനെ പരിഗണിക്കുന്നവൻ അവൻ്റെ ഒറ്റപ്പെടലിൽ ഒപ്പം ചേരാൻ അവൻ്റെ അടുക്കൽ നടന്നു ചെന്നു. ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ഭാരം നമ്മെ വല്ലാതെ ഭയപ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നവരുടെ സാമീപ്യവും ഒരു വാക്കും കേൾക്കുവാൻ നമ്മൾ കൊതിച്ചു പോകുന്നത്. എന്നാൽ നാം ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരും നമ്മെ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. റാന്നി നിലക്കൽ ഭദ്രാസനത്തിൻ്റെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഒരു പ്രഭാതത്തിൽ ഞാനൊരു പ്രത്യേക ആവശ്യത്തിന് ചെന്നവിടെ നിൽക്കുമ്പോൾ ആ ഓൾഡ് ഏജ് ഹോമിൽ അന്തേവാസിയായ പിതാവിനെ കാണാൻ ഒരു മകനും ഭാര്യയും എത്തി. ശീതീകരിച്ചവൻ്റെ വാഹനത്തിൽ മകൻ ഇരിക്കുകയാണ്. ഭാര്യയെ പതിവ് പോലെ ഇറക്കി പിതാവിനെ കാണാൻ വിട്ടു. ഒരു 250 രൂപ എല്ലാ മാസവും അപ്പന് കൊണ്ടു കൊടുക്കും. അത് കൊടുക്കാൻ പതിവ് പോലെ ഭാര്യയും കൊണ്ടുവന്നതാണ്. ഭാര്യ ചെന്ന് ഈ 250 രൂപ തൻ്റെ പിതാവിൻ്റെ കയ്യിൽ വെച്ച് നീട്ടി. മകനെ ഒന്ന് കാണണമെന്ന തീവ്രമായ ആഗ്രഹത്തിൽ ജന്മം നൽകിയ പിതാവ് അവിടെ നിന്ന് കൈകൊട്ടി വിളിക്കുന്നു, മോനെ മോനെ മോനെ. പ്രാണനോളം സ്നേഹിച്ച്, പ്രാണന് തുല്യം സ്നേഹിച്ച്, പ്രാണനേക്കാൾ സ്നേഹിച്ച് വളർത്തിയ മക്കൾ ഇന്ന് ജീവനു തുല്യം സ്നേഹിക്കുന്ന മാതാപിതാക്കളെ അറിയാതെ പോകുന്നൊരു കാലം, മക്കളെ മാതാപിതാക്കൾ അറിയാതെ പോകുന്ന കാലം. ഈ വചനകൂടാരത്തിൻ്റെ കീഴിൽ ഒറ്റപ്പെട്ടവരായി, തള്ളപ്പെട്ടവരായി, ഏകാന്തതയുടെ ആഴങ്ങളിൽ, തീരങ്ങളിൽ കഴിയുന്നവരെ ഈ രാത്രി എനിക്ക് നിങ്ങൾക്ക് പറയുവാനുള്ളൊരു ഉറപ്പുണ്ട്. നിന്റെ അവഗണനയുടെ മധ്യത്തിൽ നിന്നെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഗാനരചയിതാവായ ദാവീദ് തൻ്റെ ജീവിത സായാഹ്നങ്ങളിൽ രചിച്ച സുന്ദരമായൊരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം. ഒറ്റപ്പെട്ടുപോയ തൻ്റെ ജീവിത കഥയാണ് അതിൽ പാട്ടായി അവൻ വർണ്ണിച്ചിരിക്കുന്നത്. ചരിത്രം നമുക്ക് അറിയാം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ വളരെ കൃത്യമായും വ്യക്തമായും ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇശായിയുടെ ഗൃഹത്തിൽ നിന്ന് ഒരു രാജാവിനെ വാഴിക്കുവാൻ ശമൂവേൽ നിൽക്കുകയാണ്. ഇശായി തൻ്റെ ചൂരും ധൈര്യവും ബുദ്ധിയും വിവേകവുമുള്ള മക്കളെ നിരത്തി നിർത്തുകയാണ്. 7 പേര് നിരന്നു നിന്നു. ഇനിയും ഇവരല്ലാതെ നിനക്കാരെങ്കിലും ഉണ്ടോ? അവൻ പറഞ്ഞു പറയാതെ വെച്ചു, ഒരുവനുണ്ട്, ഒരു കഴകം കെട്ടവൻ. അവൻ വനാന്തരങ്ങളിൽ പോയിരിക്കുകയാണ് ആടിനെ മേയിക്കാൻ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, എൻ്റെ അപ്പൻ ഉപേക്ഷിച്ചു, എൻ്റെ അമ്മ ഉപേക്ഷിച്ചു, എൻ്റെ ഭാര്യ എന്നെ അവഗണിച്ചു, സഹോദരങ്ങൾ എന്നെ പരിഗണിച്ചില്ല, എങ്കിലും എന്നെ ചേർത്ത ഒരു ദൈവം എനിക്കുള്ളതിനാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ഒറ്റപ്പെട്ടുപോയ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ എന്നെ തേടി വന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പ്രശസ്തനായ ഒരു വേദപണ്ഡിതൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ മരണക്കടക്കയിൽ ഞാൻ വായിച്ചു കേൾക്കാൻ ആഗ്രഹിക്കുന്ന സങ്കീർത്തനം 139 സങ്കീർത്തനമാണ്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലും പോരാട്ടങ്ങളിലും നിരാശകളിലും എനിക്ക് ആവേശം പറന്നത് ഈ സങ്കീർത്തനമാണ്. ദാവീദ് പാടുകയാണ്, ദൈവമേ നീ സർവശക്തനാണ്, നീ സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്.
7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഓടിച്ചെന്ന് പരിശോധിക്കാം. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ഒറ്റയ്ക്കായിപ്പോയ 3 ഇടങ്ങളെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. ദാവീദ് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ടോ. എന്താണത് അർത്ഥമാക്കുന്നത്? ജീവിതത്തിൻ്റെ സമൃദ്ധിയുടെയും ജീവിതത്തിൻ്റെ സന്തോഷങ്ങളുടെയും അനുഭവങ്ങളെക്കുറിച്ചാണ് ദാവീദ് അവിടെ പറയുന്നത്. സ്വർഗീയമായ സുഖം. നമ്മൾ ചിലയിടങ്ങളിൽ വസിക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ആയിരിക്കുമ്പോൾ നമ്മൾ പറയും ഇവിടം സ്വർഗമാണ്. എങ്ങനെയുള്ളതെന്ന് നോക്കിയാണ് നമ്മൾ പറയുന്നത്. അഭിവൃദ്ധിയും സന്തോഷവും സുഖലോലുപതയും ഭൗതികമായ നേട്ടങ്ങളുടെ മധ്യത്തിൽ നമ്മൾ പറയും ഇവിടം സ്വർഗമാണ്. ദാവീദ് പറയുകയാണ്, ഈ സ്വർഗീയമായ സിംഹാസനങ്ങളുടെ മധ്യത്തിലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. പലപ്പോഴും സമൃദ്ധിയുടെയും സ്വർഗീയമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒന്നുണ്ട്. അതാണ് ദൈവികമായ സാന്നിധ്യം. അഭിമന്യ തിരുമേനി ഒരു ഭദ്രാസന അധ്യക്ഷൻ എന്ന നിലയിൽ തൻ്റെ വേദന ഇവിടെ നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചു കഴിഞ്ഞു. അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാനൊരു വാക്ക് ഉപയോഗിക്കട്ടെ. സുഗതകുമാരി ടീച്ചർ മലയാളിയെ നോക്കിക്കൊണ്ട് ഇപ്രകാരം രചിച്ചു: മലയാളിയുടെ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് മലയാളിയുടെ ആത്മീയമായ അധപ്പതനത്തിന് കാരണമായി തീർന്നിരിക്കുന്നത്. മലയാളിയുടെ സാമ്പത്തികമായ അഭിവൃദ്ധി അവൻ്റെ ആത്മീയ അധപ്പതനത്തിന് കാരണമായി. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഭക്തിയും ആത്മീയതയും ഒക്കെ പാവങ്ങളുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും രോഗമനുഭവിക്കുന്നവരുടെയും ഊന്നുവടിയാണ്. ഭക്തിയും ആരാധനയും ഒക്കെ ദരിദ്രന് മതിയല്ലോ. പണമുണ്ടെങ്കിൽ എന്തിനാണ് ദൈവം? ദാവീദ് പറയുകയാണ്, ഉയരങ്ങളിൽ ഞാൻ കയറിയപ്പോഴും എന്നെ കൈവിടാതെ പിടിച്ച ഒരു ദൈവമുണ്ട്. 2, ദാവീദ് പറയുകയാണ്, ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചപ്പോൾ അവിടെയുമുണ്ടവൻ. തൻ്റെ ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ അവസ്ഥയെക്കുറിച്ച് ദാവീദ് ഇവിടെ വിവരിക്കുകയാണ്. പാതാളത്തിൽ കിടക്ക വിരിക്കുക എന്നത് അർത്ഥമാക്കുന്നത് കഷ്ടതയുടെയും ദുരന്തങ്ങളുടെയും വേദനകളുടെയും മധ്യമാണ്. കഷ്ടതകളുണ്ടാകുമ്പോൾ, ദുരന്തമുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ, വേർപാടുണ്ടാകുമ്പോൾ ഒരുപക്ഷെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് തന്നെ പിന്മാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. ഇത്തരണത്തിൽ 2 അമ്മമാരെ ഞാൻ ഓർത്തു പോവുകയാണ്. 28-ാം വയസ്സിൽ ഏകമകൻ ഒരു വാഹനാപകടത്തിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ ആ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, എല്ലാവരും കേൾക്കപ്പറഞ്ഞു, ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മകൻ ഈ പ്രായത്തിൽ, ഇത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിന്ന എൻ്റെ മകൻ ഈ പ്രായത്തിൽ ഈ ലോകത്തിൽ നിന്ന് എനിക്ക് നഷ്ടമാകില്ലായിരുന്നു. എന്നാൽ മറ്റൊരമ്മ ഞാൻ പരിചയപ്പെടുത്തട്ടെ. 18 വയസ്സ് പ്രായമുള്ളപ്പോൾ ഏകമകൻ, പ്രാണനോളം സ്നേഹിച്ച ഒരേ ഒരു മകൻ, തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ ഈ ലോകത്തോട് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ യാത്രയായി. അവൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഭവനത്തിൽ വെച്ച് ആരംഭിക്കുകയാണ്. അമ്മ എഴുന്നേറ്റ് വികാരി അച്ഛനോട് പറഞ്ഞു, അച്ഛ എനിക്കൊരു വാക്ക് നന്ദി പറയണം, എനിക്കൊരു വാക്ക് നന്ദി പറയണം. അച്ഛൻ മൈക്ക് കൊടുത്തപ്പോൾ ഈ അമ്മ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ആദ്യത്തെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ദൈവത്തിന് സ്തോത്രം. 18 സംവത്സരം 6 മാസം 3 ദിവസം ഇങ്ങനൊരു മകനെ തന്നെൻ്റെ ദൈവത്തിന് നന്ദി. പ്രാണന് തുല്യം സ്നേഹിച്ച തൻ്റെ ഏക മകൻ നിശ്ചലനായി കിടക്കുമ്പോൾ ഒരു അമ്മ പറയുകയാണ്, എൻ്റെ ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ നടുവിലാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം അളക്കപ്പെടുന്നത്. ഇത് ദാവീദ് പറയുകയാണ്, എൻ്റെ കഷ്ടതയിൽ ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചപ്പോൾ നിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. വീണ്ടും ദാവീദ് പറയുകയാണ്, ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തു പാർത്താൽ അവിടെയും
നിന്റെ കൈ എൻ്റെ മേൽ നടത്തും. ചില ജീവിത പ്രശ്നങ്ങളെ ജീവിതത്തിൽ നേരിടേണ്ടതായി വരുമ്പോൾ ലോകത്തെ അഭിമുഖീകരിക്കാതെ, സമൂഹത്തെ അഭിമുഖീകരിക്കാതെ ഉൾവലിയുന്നൊരവസ്ഥ അത് പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകട്ടെ, ജീവിതത്തിൽ മകളെക്കുറിച്ചൊരു ദുഃഖമുണ്ടാകട്ടെ, മകനെക്കുറിച്ചൊരു ദുഃഖമുണ്ടാകട്ടെ, എന്തിന് മാരകമായ ഒരു രോഗം ചിലപ്പോൾ നമ്മെ നേരിടേണ്ടി വരുമ്പോൾ ഉൾവലിഞ്ഞു പോവുകയാണ്. ആരെയും കാണണ്ട, എനിക്ക് ആരോടും എനിക്കൊന്നും പറയാനില്ല, ആരോടും എനിക്ക് സംസാരിക്കണ്ട, ഉൾവലിഞ്ഞു പോകുന്നൊരനുഭവം ദാവീദ് തൻ്റെ ജീവിതത്തിൽ അഭയം തേടാൻ എവിടെയുമില്ലാതെ ഉൾവലഞ്ഞ് ഭാരപ്പെട്ട് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് വാർത്തപ്പോൾ അനുഭവിച്ചൊരു ദൈവകൃപയെക്കുറിച്ച് ഇവിടെ വിവരിക്കുകയാണ്. ഈ രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, അവൻ പറയുകയാണ്, നിന്റെ വലം കൈ എൻ്റെ മേൽ പിടിച്ചിരുന്നതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വലം കൈ എന്നെ നടത്തുന്നതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഞാൻ ഷാർജ മാർത്തോമ ഇടവക വികാരിയായിരുന്നപ്പോൾ അവിടെ വെച്ചൊരു കുടുംബത്തെ പരിചയപ്പെടുവാൻ എനിക്കിടയായി. വലിയൊരു ബിസിനസ് ചെയ്തു, തകർന്നുപോയി. ജീവിക്കാൻ തന്നെ വളരെയധികം ഭാരപ്പെട്ടു. ഈ ഭദ്രാസനത്തിലെ ഒരു ഇടവകാംഗമാണ് ആ വീടിൻ്റെ ഗ്രഹനായിക. ചില വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ട് കാണേണ്ടതായി വന്നപ്പോൾ ആ അമ്മ എന്നോട് പങ്കുവച്ചൊരു സാക്ഷ്യമുണ്ട്. ജീവിതത്തിലെല്ലാം തകർന്ന്, ആരെയും കാണാൻ ആഗ്രഹമില്ലാതെ, ആരും വരാത്ത സമയങ്ങളിൽ ദേവാലയത്തിൻ്റെ ഉള്ളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും ആഗ്രഹിച്ച നാളുകൾ. ചില ദിവസങ്ങളിൽ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ എൻ്റെ മുമ്പിലൂടെ സ്തോത്ര കാഴ്ച സഞ്ചി വരുമ്പോൾ അതിനുള്ളിൽ ഒരു തരം സ്തോത്ര കാഴ്ച ഇടാൻ എനിക്ക് കഴിയാതെ ഞാൻ വേദനയോടെ കണ്ണുനീർ ഒഴുക്കിയ നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എൻ്റെ മുമ്പിലൂടെ സ്തോത്ര കാഴ്ച സഞ്ചി കടന്നു പോകുമ്പോൾ അതിനുള്ളിലേക്ക് ഞാൻ വെറും കൈ കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ മാനം ഞാൻ നേടിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് ആത്മാർത്ഥമായി പറയട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ മരണം കാംക്ഷിച്ചപ്പോൾ ഞങ്ങൾ തകർന്ന് ജീവിതത്തിൻ്റെ പാതാളങ്ങളിൽ എത്തപ്പെട്ടപ്പോൾ ഞങ്ങളെ തേടി വന്ന ഒരു ദൈവസ്നേഹമുണ്ട്. അവൻ്റെ കൈയാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ വചനകൂടാരത്തിൽ വന്ന് സംസാരിക്കുവാൻ, ദൈവവചനം പ്രഘോഷിപ്പാൻ എനിക്കൊരവസരം ലഭിച്ചപ്പോൾ അന്ന് ഞാൻ പ്രസംഗിച്ചത് യാക്കോബിനെ കുറിച്ചായിരുന്നു. യാക്കോബിൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഒറ്റപ്പെടലിൽ ഒപ്പം ചേർന്നൊരു ദൈവത്തെക്കുറിച്ചാണ് അന്ന് ഞാൻ പ്രസംഗിച്ചത്. 3 വാക്കുകളെന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ അവനെ മടക്കി വരുത്തുവാൻ ഉപയുക്തമാക്കിയ 3 വാക്കുകൾ. 1 റിമെമ്പർ, 2 റിമൂവ്, 3 റിട്ടേൺ. യാക്കോബിനെ കണ്ട ഒരു ദൈവത്തെ യാക്കോബ് കണ്ടു. അവൻ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനായി പ്രാണരക്ഷാർത്ഥം ഭവനത്തിൽ നിന്ന് ഓടിയൊളിച്ചവനെങ്കിൽ അവനെ കണ്ടൊരു ദൈവമുണ്ടെന്ന് അവൻ ഓർത്തു. അവൻ്റെ ജീവിതത്തിൽ നിന്ന് പെറുക്കിക്കളയേണ്ടവനെ അവൻ പെറുക്കിക്കളഞ്ഞു. അവനിതാ തിരികെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. യാക്കോബിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ യാക്കോബോ മഹാധനികനായിരുന്നു, ഒന്നുമല്ലാത്തവനായി പ്രാണരക്ഷാർത്ഥം ഭവനത്തിൽ നിന്ന് വെറും കൈയായി ജീവിതയാത്ര ആരംഭിച്ചവൻ മടങ്ങി വരുമ്പോൾ എഴുതിയിരിക്കുന്നത് യാക്കോബോ മഹാധനികൻ, പ്രതീക്ഷകൾക്കപ്പുറമായി അനുഗ്രഹിച്ച ഒരു ദൈവം. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, തിരിഞ്ഞു നടന്നു വന്ന വഴികളിലേക്ക് നീ ഒന്ന് യാത്ര ചെയ്താൽ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായി, നിന്റെ വിചാരങ്ങൾക്കപ്പുറമായി, നിന്റെ അർഹതകൾക്കപ്പുറമായി നിന്നെ അനുഗ്രഹിച്ചൊരു ദൈവമുണ്ട്.
യാക്കോബിതാവ് നദിയുടെ തീരത്ത് ദൂതനുമായി മല്ലുപിടിക്കുകയാണ്. ഈ മൽപ്പിടുത്തത്തിൽ അവൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണം. ഇത്രമാത്രം സമ്പന്നനായിരുന്ന മനുഷ്യൻ, ഇത്രമാത്രം ആടുമാടുകൾ, ഇത്രമാത്രം സ്വത്തുക്കളുള്ളവൻ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുക, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണം. നമ്മളും പ്രാർത്ഥിക്കും ഇന്നും, കർത്താവേ ഇനിയും എന്നെ അനുഗ്രഹിക്കണം. ഒരു കാറില്ലാത്ത സ്ഥാനത്ത് ഇന്ന് വീട്ടിൽ 3 കാറ് കിടപ്പുണ്ട്. ഒന്ന് കൊട്ടാരക്കര വരെ ചന്ത വരാൻ, ഒന്ന് കൊട്ടാരക്കരയ്ക്ക് അപ്പുറത്തോട്ട് പോകാൻ, 3 എയർപോർട്ടിൽ പോകാൻ, 3 വണ്ടിയുണ്ട്. ഇപ്പോഴും പ്രാർത്ഥിക്കുക, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണം. എന്താണ് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്? ദൈവമേ, ഞാൻ ധനികനായ ഒരുവനാണെങ്കിലും ഞാൻ ദരിദ്രനാണ്. എൻ്റെ സഹോദര ബന്ധത്തിൽ ഞാൻ ദരിദ്രനാണ്. എൻ്റെ സഹോദരനുമായി ഞാൻ ദരിദ്രനായൊരു സാഹോദര്യ ബന്ധമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. എൻ്റെ സഹോദരനുമായി ഒരു അനുരഞ്ജനം എനിക്ക് ആവശ്യമാണ്. ഈ വർഷത്തെ നമ്മളുടെ കൺവെൻഷൻ്റെ പ്രധാന ചിന്താവിഷയവും അതുതന്നെയാണല്ലോ. അനുരഞ്ജനം എവിടെയാണ് ആരംഭിക്കേണ്ടതെന്ന് ഇന്ന് അഭിമന്യ തിരുമേനി നമ്മെ ഓർമ്മിപ്പിച്ചു. യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞത്, നീ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ധനികനാണ്, ഞാൻ സമ്പന്നനാണ്, എന്നാൽ ഞാൻ എൻ്റെ സഹോദര ബന്ധത്തിൽ ദരിദ്രനാണ്. ഇന്ന് ഈ വചനകൂടാരത്തിലിരുന്ന് ഈ രാത്രി എന്നെ വചനം കേൾക്കുന്ന എല്ലാവരും ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിശ്ചയമായി കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചു, എന്നാൽ ഞങ്ങൾ ദരിദ്രരാണ്. ഞങ്ങളുടെ സഹോദരനുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിൽ, ഞങ്ങളുടെ സഹോദരിയുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾ ദരിദ്രനാണെങ്കിൽ ഞങ്ങളെ ഈ രാത്രി നീ സമ്പന്നരാക്കി തീർക്കണം. 1, ഒറ്റപ്പെടുന്നവൻ്റെ അടുക്കൽ ഒപ്പം ചേരുന്നവനാണ് ക്രിസ്തു. 2, ഈ ഭാഗത്തു നിന്ന് നമ്മോട് സംസാരിക്കുകയാണ്, വഴി തെറ്റുന്നവന് വഴി കാട്ടിയായി അവനെത്തും. വഴി തെറ്റുന്നവന് വഴികാട്ടിയായി എത്തുന്നവനാണവൻ. നിയോഗ വഴി തെറ്റിപ്പോയവൻ്റെ അടുക്കൽ നടന്നു ചെന്നവനാണ് ക്രിസ്തു. വഴി തെറ്റിയവന് വഴികാട്ടാൻ അവൻ്റെ ചാരത്തെത്തി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. കേൾക്കാവുന്ന ദൂരങ്ങളിൽ നിന്ന്, കാണാവുന്ന അകലങ്ങളിൽ നിന്ന്, തൊടാവുന്ന ഇടങ്ങളിൽ നിന്ന് ക്രിസ്തു പത്രോസിനൊരു ഓർമ്മയായി. ക്രിസ്തു പത്രോസിനൊരു ഓർമ്മയായപ്പോൾ അവൻ്റെ നിയോഗങ്ങളെ വിസ്മരിച്ച് അവൻ പറഞ്ഞു, ഇനിയും മത്സ്യസമ്പത്ത് നേടുന്നതാണ് എനിക്ക് ഉചിതം. എന്നാൽ 21-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, തിബരിയാസ് കടൽപ്പുറത്ത് നിസ്സഹായനായി നിയോഗ വഴി തെറ്റിപ്പോയവൻ്റെ സാന്നിധ്യം. നിയോഗ വഴി തെറ്റിപ്പോയവൻ്റെ അടുക്കൽ ഇതാ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു 3ാമതായി പ്രത്യക്ഷപ്പെടുകയാണ്. എന്തിന്? ജീവിത പരാജയങ്ങളുടെ മധ്യത്തിൽ അവനെ ചേർത്ത് നിർത്താൻ ക്രിസ്തു അവൻ്റെ അടുക്കലെത്തി. ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ മധ്യത്തിൽ അവനെ ചേർത്ത് നിർത്തുവാൻ ക്രിസ്തു അവിടെ എത്തി. എൻ്റെ വിജയങ്ങളിൽ എന്നോടൊപ്പം ആയിത്തീരാൻ ധാരാളം ആളുകളുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൻ്റെ സമൃദ്ധിയിൽ, സന്തോഷങ്ങളിൽ, ആനന്ദങ്ങളിൽ ഒപ്പം ആനന്ദിക്കാൻ ധാരാളം ആളുകളുണ്ടാകാം. എന്നാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ പലപ്പോഴും ഞാനും നിങ്ങളും ഒറ്റപ്പെട്ടു പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ഏതാണ്ട് സമസ്വഭാവമായ ഒരു സംഭവം നമ്മളിവിടെ കാണുന്നുണ്ട്. ഗന്നസരത്ത് തടാകത്തിൽ നിരാശയുടെ നെടുവീർപ്പുമായി അവൻ വല കഴുകി ഭവനത്തിലേക്ക് പോകുവാൻ നിൽക്കുമ്പോൾ ഇതാ പ്രതീക്ഷയുടെ സാന്നിധ്യമായി ക്രിസ്തു എത്തുകയാണ്. ഒഴിഞ്ഞു കിടക്കുന്ന അവൻ്റെ വള്ളത്തിൽ
ആരും കയറാൻ ആഗ്രഹിക്കാത്തിടത്ത് ഇതാ ക്രിസ്തു കയറുകയാണ്. എന്നെ ഈ രാത്രി കേൾക്കുന്ന ദൈവജനമേ, കഴിഞ്ഞ നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആരും കയറാൻ ഇഷ്ടപ്പെടാത്ത നിന്റെ ജീവിതമാകുന്ന പടകിൽ ആരും കൂട്ടിനിരിക്കാനില്ലായിരുന്നപ്പോൾ, ആരും ചാരത്ത് ചേർത്ത് നിർത്തുവാനില്ലായിരുന്നപ്പോൾ നിന്റെ ഒപ്പം ചേർന്ന് നിന്ന ഒരു ദൈവത്തെ ഈ രാത്രി നിനക്ക് തിരിച്ചറിയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഒന്നുമില്ലായ്മയിൽ നിന്റെ വല ശൂന്യമായി പോയപ്പോൾ നിന്റെ വലയെ നിറച്ചു തന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധ്യമായി തീരും. ഇതാ തോറ്റു നിൽക്കുന്നവൻ്റെ തോളിൽ അവൻ കൈയിടുകയാണ്. തോറ്റുപോയവനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ജീസസ് ഈസ് ദ ഹോപ്പ് ഫോർ ദി ഹോപ്പ്ലെസ്. ജീസസ് ഈസ് ദ ഹെൽപ്പ് ഫോർ ദി ഹെൽപ്ലെസ്. യേശു തോറ്റുപോയവൻ്റെ സഹായിയാണ്. ശൂന്യമായ പടകിൽ കയറി ക്രിസ്തു 3 കാര്യങ്ങളാണ് തൻ്റെ പ്രിയ ശിഷ്യനോട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, ക്രിസ്തു പറയുകയാണ്, പത്രോസേ, ഈ പടക് എനിക്ക് വേണ്ടി കരയിൽ നിന്ന് അല്പമൊന്ന് നീക്കണം. കര ലോകത്തെ പ്രതിദാനം ചെയ്യുന്നെങ്കിൽ, ലോകമോഹങ്ങളെ പ്രതിദാനം ചെയ്യുന്നെങ്കിൽ, പത്രോസിനോട് ആവശ്യപ്പെടുകയാണ്, ഒരു ദൈവ പൈതൽ ലോകമോഹങ്ങളിൽ നിന്ന് ഒരകലം പാലിക്കണം. ലോക ആസക്തികളിൽ നിന്ന് ഒരു ദൈവ പൈതൽ അകലം പാലിക്കണം. ഇന്ന് നമ്മുടെ ആത്മീയത ഇടിഞ്ഞു പോയിരിക്കുന്നത്, തകർന്നു പോയിരിക്കുന്നത്, ഭവനങ്ങളിൽ നിന്ന് പടിയിറങ്ങിപ്പോയിരിക്കുന്നത് പ്രധാന കാരണം ആസക്തികൾ തന്നെയാണ്. എന്താസക്തികളാണ്? ഞാൻ പറയും, ഈ നാളിൽ ഏറ്റവും അധികം ആസക്തികൾ ബാധിച്ചിരിക്കുന്നത് സ്ക്രീൻ അഡിക്ഷൻസ്. സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പഴിചാരുന്നത് നമ്മുടെ കുട്ടികളെയാണ്, അല്ലെങ്കിൽ നമ്മുടെ യുവാക്കന്മാരെയാണ്. പറയും, എൻ്റെ അച്ഛാ, ഇന്നത്തെ കാലത്ത് പിള്ളേരെല്ലാം മൊബൈൽ ഫോണിന് അഡിക്റ്റഡാണ്. എന്നാൽ എനിക്കതിൽ നിന്ന് വ്യത്യസ്തമായൊരു അഭിപ്രായമുണ്ട്. ഞാൻ ഇടവകയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഏതാണ്ട് സന്ധ്യയോടടുക്കുന്ന വേളയിൽ ഒരു വീട്ടിൽ നിന്ന് ഫോൺ വന്നു. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു അമ്മച്ചി തന്നെ പാർക്കുന്നൊരു വീട്. അവിടെ ശുശ്രൂഷിക്കുന്ന സഹോദരിയാണ് വിളിച്ചത്, അച്ഛാ പെട്ടെന്ന് വരണം, അമ്മച്ചി തല ഇറങ്ങി കിടക്കുകയാണ്. ഞാൻ വേഗം അവിടെ ചെന്നു. ഞാൻ നോക്കിയപ്പോൾ അമ്മച്ചി ലിവിങ് റൂമിൽ വന്നിരിപ്പുണ്ട്. ഞാൻ ദൈവത്തെ നന്ദി പറഞ്ഞു. തലകറക്കെല്ലാം മാറി, അമ്മച്ചി വന്നിരുന്നല്ലോ. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല, മാറി വരുന്നച്ചാ. 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു. സമയം 7:30. അമ്മച്ചിക്ക് പിന്നെ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുകയേ വേണ്ട. ശ്രദ്ധ മുഴുവൻ TV സ്ക്രീനിലോട്ടായി. ഇനി അവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്നാൽ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ടങ്ങ് പോട്ടെ. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാർക്ക് പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മയാണെന്ന്. എന്തെങ്കിലും തലയിലൊന്നിടണം. ഒന്നുകിൽ അവിടെ കിടക്കുന്ന തോർത്തെടുത്തിടും, ഇല്ലെങ്കിൽ പിള്ളേരിട്ടേച്ച് പോയ ബനിയൻ എടുത്തൊന്ന് വെക്കും. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ അമ്മമാർ ആ കർട്ടനേലും പിടിച്ചൊന്ന് വെക്കും. ഞങ്ങളുടെ അമ്മച്ചി ആ വട്ടം വരത് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അന്നത്തെ മനോരമ പത്രം കൈ കിട്ടി, അടുത്തെടുത്തങ്ങ് തലയെ വെച്ചു. പ്രാർത്ഥിക്കാം. തലയിറങ്ങിക്കിടക്കുന്ന അമ്മച്ചിയുടെ തലയിറക്കം മാറ്റാൻ വികാരിയച്ഛനെ വീട്ടിൽ വിളിച്ചു വരുത്തിയിരിക്കുക. പ്രാർത്ഥിക്കാൻ ഞാൻ കണ്ണടച്ചു, പ്രാർത്ഥന ആരംഭിച്ചു. ഞാൻ കണ്ണു തുറന്നു നോക്കി, ഈ അമ്മ എന്ത് ചെയ്യുന്നു? ഞാൻ നോക്കിയപ്പോൾ ഈ 80 വയസ്സിനോടടുത്ത് പ്രായമുള്ള അമ്മ റിമോട്ട് എടുത്ത വോളിയം മ്യൂട്ട് ചെയ്ത് ഈ 8-ാം സീരിയൽ കണ്ടാസ്വദിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ഈ നാളിൽ പ്രാർത്ഥിക്കേണ്ടത്? ശിഷ്യൻ ആസക്തികളിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന് ഒരു വള്ളപ്പാട് അകലം പാലിക്കണം. 2, ഇതാ ഗുരുനാഥൻ ആവശ്യപ്പെടുകയാണ്, നീ ആഴങ്ങളിലേക്ക് വലയെറിയണം. ഉപരിവിപ്ലവമായ നിന്റെ ആത്മീയതയല്ല ഇവിടെ ആവശ്യം. ആഴങ്ങളിലാണ് നിനക്ക് പരിവർത്തനം ഉണ്ടാകേണ്ടത്.
ഉപരിവിപ്ലവമായ ആത്മീയതയിൽ നമ്മൾ വളരെയധികം മുൻപിലാണ്. പരസ്യജീവിതം സുന്ദരമാണ്. എന്നാൽ ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് രഹസ്യ ജീവിതം? പരസ്യ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരാണ്. രഹസ്യ ജീവിതത്തിൽ എത്രമാത്രം വിശ്വസ്തത നമ്മൾ പുലർത്തുന്നുണ്ട്? ഇടവകയിൽ, സഭയിൽ, സമൂഹത്തിൽ, ആത്മീയതയിൽ മുമ്പിലാണ്. പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കാം, പാടണമെങ്കിൽ പാടാം, കൂട്ടായ്മ നടത്തണമെങ്കിൽ നടത്താം. ഇനി ആത്മായ നേതൃത്വമാണ്, അതിന് ഞങ്ങൾ തയ്യാറാണ്. ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിന്റെ പരസ്യ ജീവിതത്തിൽ നീ ഒരു പക്ഷെങ്കിൽ വിശ്വസ്തനായിരിക്കാം, എങ്കിൽ എങ്ങനെയുണ്ട് നിന്റെ രഹസ്യ ജീവിതം? ഞാൻ ശുശ്രൂഷിച്ച ഇടവകയിൽ വളരെ സജീവമായി ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിൽ നിൽക്കുന്നൊരു കുടുംബം. ഭാര്യയും ഭർത്താവും മാത്രമേ വീട്ടിൽ താമസിക്കുന്നു. മക്കളെല്ലാം വിദേശത്താണ്. അവർ വിദേശത്തു നിന്ന് ഇപ്പോൾ സ്വദേശത്തു നിന്ന് താമസിക്കുകയാണ്. ഉച്ചയ്ക്ക് ഒരു കാര്യം വേഗം ഒന്ന് പറഞ്ഞ് ആ വീട്ടിൽ ചെന്ന് നേരിട്ട് പറയാൻ ഞാൻ ആ വീട്ടിൽ ചെന്നു. സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. വാതിൽ തുറന്നു കിടന്നതുകൊണ്ട് ഞാൻ അകത്തേക്കങ്ങ് കയറി. 2 പേർ മാത്രം താമസിക്കുന്ന വീട്ടിൽ ഡൈനിങ് ടേബിളിലേക്ക് ഞാൻ ശ്രദ്ധയാകർഷിച്ചപ്പോൾ കണ്ട കാഴ്ച, അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ഭക്ഷണം തയ്യാർ. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, 2 പേർ മാത്രമുള്ള ഈ വീട്ടിൽ ആൻറ്റി എന്താണ് ഭക്ഷണം തയ്യാറെന്നൊരു ബോർഡ്? ഓടി വന്ന സ്ത്രീ അത് തട്ടിത്താഴെ ഇട്ടു. 1 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് പോകാൻ ഞാൻ അവിടെ ചെന്നെങ്കിൽ ആ ഭവനത്തിൽ നിന്ന് തിരികെ ഞാൻ പാഴ്സനേജിലേക്ക് പോകുമ്പോൾ മണി 4 ആയി. ഞാൻ അവിടെ ഇരുന്നു, കാര്യങ്ങൾ അന്വേഷിച്ചു. വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ആ സ്ത്രീ പറയാണ്, അച്ഛാ, കഴിഞ്ഞ 9 വർഷമായി ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ സംസാരിച്ചിട്ട്. കഴിഞ്ഞ 9 വർഷത്തിലധികമായി ഞങ്ങൾ 2 മുറിയിലാണ് കിടന്നുറങ്ങുന്നത്. ഇടവകയുടെ ആത്മീയതയിൽ ഏറ്റവും മുൻപന്തിയിലുണ്ട്. ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെയുണ്ട് നിന്റെ ഉള്ളിലെ ആത്മീയത അഥവാ ആന്തരികമായ വിശുദ്ധി? ക്രിസ്തു തൻ്റെ ശിഷ്യനോട് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. നിന്റെ ഉപരിവിപ്ലവമായ ആത്മീയതയ്ക്കല്ല ഇവിടെ സ്ഥാനം. ആഴങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണം. 3, ഗുരു കാട്ടിത്തരുന്നിടത്താകണം നീ വല എറിയേണ്ടത്. ശിഷ്യന്റെ സ്വന്തം ഇഷ്ടങ്ങൾ പാഴായി പോകുന്ന അധ്വാനങ്ങളാണെങ്കിൽ ക്രിസ്തു പറയുകയാണ്, ഞാൻ കാട്ടിത്തരുന്നിടമായിരിക്കണം നീ വല എറിയേണ്ടത്. ഞാൻ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. വഴി തെറ്റിയവൻ്റെ അടുക്കൽ വഴി കാട്ടാനായി ക്രിസ്തു എത്തുമ്പോൾ അവനെ പരിഹസിക്കാതെ ചേർത്ത് നിർത്തുകയാണ്. പരാജയങ്ങളിൽ നമ്മെ പരിഹസിക്കുവാനാണ് ആളുകൾ കൂടുതൽ ഓടിയെത്താറുള്ളത്. എന്നാൽ ക്രിസ്തു ഇതാ അവൻ്റെ അടുക്കൽ എത്തിച്ചേർന്നത് പരിഹസിക്കുവാനല്ല, മറിച്ച് അവൻ്റെ പരാജയങ്ങളിൽ, അവൻ്റെ വഴി തെറ്റിപ്പോയ ഇടങ്ങളിൽ നിന്ന് വഴി കാട്ടുവാൻ, അവനെ വിജയശ്രീ ലാളിതനാക്കുവാൻ ഇതാ അവിടെ എത്തുകയാണ്. വീഴുന്നതല്ല പ്രധാനം, വീഴുന്നത് സ്വാഭാവികം. എന്നാൽ വീഴ്ചകളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. 1992 ബെർലിൻ ഒളിമ്പിക്സ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നാണ്. 400 മീറ്റർ ഓട്ടത്തിൽ ജർമ്മനിയുടെ മെഡൽ പ്രതീക്ഷയായ ഡെറിക് റഡ്മണ്ട് ഓടാൻ വന്ന് നിൽക്കുകയാണ്. ആ വർഷത്തെ ഏറ്റവും മികച്ച സമയം അവൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് മെഡൽ പ്രതീക്ഷയുമായി അവൻ ട്രാക്കിൽ നിൽക്കുകയാണ്. മത്സരം ആരംഭിച്ചു. മത്സരം അവസാനിക്കുവാൻ വാരകൾ മാത്രം ബാക്കി നിൽക്കെ ട്രാക്കിൽ അവൻ പിടഞ്ഞു വീണു. കാണികൾ സ്തബ്ധരായി എഴുന്നേറ്റു. എല്ലാവരും നോക്കി നിൽക്കെ ട്രാക്കിൽ വീണ് കിടന്ന് പൊളഞ്ഞവൻ ഇതാ ഇഴഞ്ഞെഴുന്നേൽക്കുവാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവൻ്റെ പിതാവ് മിസ്റ്റർ റഡ്മണ്ട് സ്റ്റേഡിയത്തിൽ നിന്ന് ഓടി ട്രാക്കിലെത്തി. അവനവിടെ നിന്ന് എഴുന്നേറ്റു.
മന്ദം മന്ദം പിച്ച വെച്ച് നടന്ന് ആ മത്സരം പൂർത്തീകരിച്ചു. പിറ്റേന്ന് പത്രത്തിൽ വന്ന ഒരു തലക്കെട്ട് ശ്രദ്ധേയമാണ്: വീഴുന്നതല്ല പരാജയം, വീണിടത്തു നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാത്തതാണ് പരാജയം. വീഴുന്നതല്ല പരാജയം, വീണിടത്തു നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ പോകുന്നതാണ് പരാജയം. വഴികാട്ടിയായി ചാരത്തെത്തുന്നവൻ്റെ അടുക്കൽ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ ജീവിതത്തെ നമുക്ക് പത്രോസിൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. ജയിക്കുന്നവർക്ക് വേണ്ടി കൈയടിക്കുന്നതിനേക്കാൾ തോൽക്കുന്നവരുടെ അടുക്കൽ കൈ നീട്ടുന്നതാണ് ഏറ്റവും സുന്ദരം. എന്നെ ഈ രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, തിരിച്ചു വരുവാൻ സാധ്യതയില്ലാതെ വണ്ണം ആരും തകർന്നു പോയിട്ടില്ല. നീ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കണം. നീ തെറ്റിപ്പോയിടത്തു നിന്ന് തിരിച്ചു വരണം. നിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുനിന്ന് അത് തിരികെ എടുക്കണം. ഒരു വഴിയും കാണാതെ പോയ ഇടത്ത് നിന്ന് നീ മടങ്ങി വരണം. തിരിച്ചു വരുവാൻ സാധ്യതയില്ലാതെ വണ്ണം നാം തകർന്നിട്ടില്ല. മടങ്ങി വരാൻ മനസ്സുണ്ടായാൽ മാത്രം മതി. ഇതാ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പത്രോസ് തൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ് തൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തിക്കൊണ്ട് വഴിതെറ്റിപ്പോയ സാഹചര്യത്തിൽ നിന്ന് അവന് വഴികാട്ടിയായി വന്നവൻ്റെ പിന്നാലെ അവൻ യാത്രയാകുമ്പോൾ തൻ്റെ ലേഖനത്തിൽ അവൻ ഇങ്ങനെ കുറിച്ചു: അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ എന്നെ പരിഹസിക്കാതെ ചേർത്ത് നിർത്തിയൊരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യതയിൽ എൻ്റെ വള്ളം നിറച്ച, എൻ്റെ വല നിറച്ച എൻ്റെ ഒരു ദൈവമുണ്ട്. അവൻ കരുതലിൻ്റെ കനൽ എനിക്ക് വേണ്ടി തിബരിയാസ് കടൽപ്പുറത്ത് ഒരുക്കിയവനാണ്. 3, അവസാനമായി നമ്മി വേദഭാഗത്ത് നിന്ന് ദർശിക്കുന്ന ഉയർത്തെഴുന്നേറ്റവൻ ഉയിരായി കൂടെ ഉണ്ടാകും. ഉയർത്തെഴുന്നേറ്റവൻ ഉയിരായി കൂടെ ഉണ്ടാകും. ക്രിസ്മസ് ആണോ ഈസ്റ്റർ ആണോ കൂടുതൽ ഇഷ്ടമെന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയും ക്രിസ്മസ് ആണ്. കാരണം ക്രിസ്മസിന് പുൽക്കൂടുണ്ട്, ക്രിസ്മസിന് പാട്ടുണ്ട്, ക്രിസ്മസിന് ട്രീ ഉണ്ട്, കാടുണ്ട്, ക്രിസ്മസ് ആഘോഷങ്ങളുണ്ട്. എന്നാൽ ആഴമായി ശക്തമായി വീണ്ടും ഒരിക്കൽ കൂടി മനസ്സിനോട് തന്നെ മനനം ചെയ്തുകൊണ്ട് ചോദിക്കുക: ക്രിസ്മസ് ആണോ ഉയർപ്പാണോ വലുത്? നിശ്ചയമായും നമുക്ക് പറയാൻ കഴിയും ഉയർപ്പിനാണ് പ്രാധാന്യം. കാരണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണല്ലോ ക്രിസ്മസിനെ ധന്യമാക്കി തീർത്തത്. ഇല്ലായെങ്കിൽ ഒരു സാധാരണ ജന്മദിനം പോലെ ക്രിസ്മസും മാറുമായിരുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്മസും ഈസ്റ്ററും തമ്മിൽ പല സാദൃശ്യങ്ങളുമുണ്ട്. പുൽക്കോടിന് മുകളിൽ മാലാഹയുണ്ട്, കല്ലറയ്ക്ക് മുമ്പിലും ദൂതനുണ്ട്. രണ്ടുപേരും ലോകത്തോട് സംസാരിക്കുന്നുണ്ട്. പുൽക്കോടിന് മുമ്പിലുള്ള മാലാഹ പറയുകയാണ്, ഇവിടെയാണ് ക്രിസ്തു. എന്നാൽ കല്ലറയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന ദൂതൻ പറയുന്നുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലോകത്തിന്നോളം കേട്ട ഏറ്റവും ശ്രേഷ്ഠമായ സത്വാർത്ത അത് തന്നെയാണ്. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഉയിരായി ജീവനേകാൻ ഇന്നും നമ്മളുടെ മധ്യത്തിൽ ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആർക്കെല്ലാമാണ് അനുഭവിപ്പാൻ സാധ്യമായി തീർന്നത്? വേഗം ഞാൻ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നിന്റെ കണ്ണുനീരൊപ്പാൻ ഓടിയെത്തുന്നവനാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യം ചോദിച്ച ചോദ്യം മറിയയോടാണ്. അവൻ വന്ന് മറിയയോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: എന്തിനാണ് കരയുന്നത്? ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ,
എന്തിനാണ് കരയുന്നതെന്ന ചോദ്യം ഇന്ന് വളരെ പ്രസക്തമാണ്. ആരും കാണാതെ, ആരും കേൾക്കാതെ ഇന്നും ഈ പന്തലിൻ കീഴിൽ സങ്കടക്കടലുമായി ഇരിക്കുന്ന ജീവിതങ്ങളുണ്ട്. പിന്നിട്ട നാളുകളിൽ കഴിഞ്ഞ സഞ്ചരിച്ച വഴികളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ആരും കാണാതെ ആരാധന മധ്യ കണ്ണിൽ നിന്ന് അടർന്നു വീഴുന്ന കണ്ണുനീരുകൾ ഒപ്പിയെടുത്ത് ദൈവസന്നിധിയിൽ നൊമ്പരത്തോടെ അടുത്തു വന്നപ്പോൾ നിന്റെ കണ്ണുനീർ ഒപ്പിയ ഒരു ദൈവത്തെ നിനക്ക് ഈ രാത്രി കാണുവാൻ സാധ്യമായി തീരും. ആരും കേൾക്കാതെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ജീവിതത്തിൻ്റെ വൈഷമ്യമേറിയ ഘട്ടങ്ങളിൽ നിന്റെ ഞരക്കങ്ങളുടെ മധ്യത്തിൽ നിന്റെ ഞരക്കങ്ങൾക്ക് ഉത്തരം തന്നൊരു ദൈവത്തെ ഈ രാത്രി നിനക്ക് കാണുവാൻ കഴിയും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ കരയരുത്, കാരണം ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വീണ്ടും നാം അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ഉയർത്തെഴുന്നേറ്റവൻ ഓടിയെത്തും നിന്റെ ഭയമകറ്റാൻ. ഭയന്ന് വാതിലടച്ചിരുന്ന ശിഷ്യന്മാർക്ക് നടുവിൽ നിന്നുകൊണ്ട് അവൻ പറയാണ്, നിങ്ങൾക്ക് സമാധാനം. അടച്ചിട്ട മുറിക്കുള്ളിൽ പോലും ആരും തനിച്ചല്ല. അടച്ചിട്ട മുറിയിൽ പോലും ആരും തനിച്ചല്ല. അവിടെയും അവൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ട്. കോവിഡ് ബാധിതരായി മുറിക്കുള്ളിൽ അടച്ചിടപ്പെട്ടപ്പോൾ ഇനി എങ്ങനെ ഇതിൽ നിന്നൊന്ന് പുറത്തിറങ്ങുമെന്ന്, ഇനിയും പുറത്തിറങ്ങാൻ കഴിയുമോ എന്ന് ചിന്തിച്ചൊരു നാളുകൾ നമുക്കുണ്ടായിരുന്നു. അസ്വസ്ഥമായി ജീവിതയാത്രകളിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുറങ്ങിയ ദിനങ്ങളുണ്ടായിരുന്നു. ആ നാളുകളിൽ ഭയം മാറ്റിയ ഒരു ദൈവമുണ്ട്. ആ നാളുകളിൽ ശക്തി പകർന്ന വചനമുണ്ട്. ഞാൻ ഓതറ സെന്റ് പോൾസ് മാർത്തോമ ഇടവ അംഗമാണ്. ഈ വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, നീ ഓതറ സെന്റ് പോൾസ് ഇടവകയിലെ പ്രായമുള്ള എല്ലാ മാതാപിതാക്കളെയും പോയി ഒന്ന് കാണണം. ഞാൻ എൻ്റെ അമ്മയുടെ വാക്ക് കേട്ടനുസരിച്ചു. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ വീടുകളും ഞാൻ സന്ദർശിച്ചു. ഒരു വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണ്. പ്രായമുള്ളൊരു അമ്മച്ചി എന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. മാർത്തോമാ സഭയിൽ ഒരു കൊച്ചു അച്ഛൻ വൈദികനായി 4-5 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ അകത്ത് കയറിയിരുന്നു. പെട്ടെന്ന് വികാരപരമായി അമ്മ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അമ്മച്ചി പറഞ്ഞു, മോനെ, എനിക്ക് 4 മക്കളാണ്. ഞാൻ പറഞ്ഞ അമ്മച്ചി, എനിക്ക് എല്ലാവരെയും അറിയാം. മോനെ, നമ്മുടെ നാട് പട്ടിണിയുടെ നാടായിരുന്നു. 3 നേരം അരിയാഹാരം കഴിക്കുന്ന വീടുകൾ വിരളമായിരുന്നു. കപ്പയാണ് ഏക പോംവഴി. അതും 3 നേരം നന്നായി ഭക്ഷിക്കാനില്ലായിരുന്ന കാലം. എൻ്റെ ഈ 4 മക്കൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഇവർക്ക് ഭക്ഷിപ്പാൻ ഈ കപ്പ വെച്ച് വിളമ്പിക്കൊടുക്കും. വേഗം കഴിച്ച് പല ദിവസങ്ങളിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അമ്മ വിശക്കുന്നു, ഇനിയും വല്ലതും ഉണ്ടോ കഴിക്കാൻ? എൻ്റെ കുഞ്ഞുങ്ങളുടെ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനില്ലാതെ ആരും കാണാതെ ഉള്ളിൽ കയറി ഞാൻ ഏങ്ങി കരഞ്ഞെൻ്റെ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ മക്കളുടെ വിശപ്പകറ്റാൻ, അവരുടെ പട്ടിണി മാറ്റാൻ എൻ്റെ ജീവിതത്തിൽ നീ എന്നെങ്കിലും എനിക്കൊരവസരം തരുമോ? എന്നെ ഈ രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഇന്നലകളിൽ നടന്നു വന്ന വഴികളിൽ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും ത്രാണിയില്ലാതെ ഭാരപ്പെട്ട് വേദനിച്ച് ഒരു തലമുറ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. ഈ അമ്മ ഇത് പറയുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയെ ഒഴുകി വീഴുകയാണ്. എൻ്റെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് ടീപ്പോയിലേക്ക് വിരൽ ചൂണ്ടി ഞാൻ നോക്കിയപ്പോൾ ഒരു ടീപ്പോയിൽ ഒരു വേദപുസ്തകം നിധി പോലെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ അമ്മ എനിക്ക് പറഞ്ഞു തരികയാണ്, മോനെ, ഞങ്ങളുടെ പട്ടിണിയുടെ നാളിൽ, നമ്മുടെ വിശപ്പിൻ്റെ നാളിൽ ഞങ്ങളുടെ വിശപ്പിനെ മാറ്റിയ ജീവന്റെ അപ്പമാണായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശപ്പിൻ്റെ നാളിൽ വിശപ്പിനെ മാറ്റിയ ഭക്ഷണം ഇന്ന് ഭക്ഷിപ്പാൻ ഞാനും നിങ്ങളും മടിക്കുമ്പോൾ, ഇന്നലകളിലെ ദാരിദ്ര്യത്തിൽ, ഭയത്തിൽ, കണ്ണുനീരിൽ ഇത് നെഞ്ചത്തോട് ചേർത്ത് വെച്ചൊരു സഭയാണ് മാർത്തോമാ സഭ. അങ്ങനെയെങ്കിൽ
ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് തരുന്ന ഒരു ഉറപ്പ് കൂടിയുണ്ട്. നിന്റെ ആകുലതകളിൽ കൂടെ നടക്കുവാൻ അവനുണ്ടാകും. എമൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ അടുക്കൽ, നിരാശയോടെ നടക്കുന്നവന്റെ അടുക്കൽ മൂന്നാമതായി ഇതാ ഒരുവൻ വരികയാണ്, പ്രതീക്ഷയായി. ആകുലപ്പെട്ട് യാത്ര ചെയ്തവർക്കൊപ്പം ആകുലതകളെ അകറ്റുവാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടായി. ഹൃദയം പൊട്ടിത്തകർന്നായിരിക്കണം ബഥാന്യയിലെ അവിവാഹിതരുടെ ഭവനത്തിൽ നിന്ന് മാർത്ത വിളിച്ചു പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ. യേശുവിൻ്റെ അസാന്നിധ്യം അത്രമേൽ ആ ഭവനത്തെ അസ്വസ്ഥമാക്കി, കണ്ണീരിലാക്കി. പ്രാണസ്നേഹിതൻ ആ ഭവനത്തിൽ നടന്നു വന്നു. നെഞ്ചുപൊട്ടി നൊമ്പരപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഇങ്ങനെയാണ് ആ വാക്കുകൾ എഴുതിയിരിക്കുന്നത്: യേശു കണ്ണുനീർ വാർത്തു. വേദപുസ്തകത്തിലെ ഏറ്റവും നനവുള്ളൊരു വാക്യമാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും ആർദ്രതയുള്ളൊരു വാക്യമാണ്. യേശു കണ്ണുനീർ വാർത്തു. കണ്ണുനീരിന് ഇത്രമേൽ ഉപ്പുണ്ടാകാൻ കാരണമെന്ത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒഴുകി വരുന്ന കണ്ണുനീരിന് ഇത്രമേൽ ഉപ്പിൻ്റെ രുചിയുണ്ടാകാൻ കാരണമെന്ത്? ഉള്ളിലെ നിന്റെ നൊമ്പരക്കടലിൽ നിന്ന് ഉയർന്നു വരുന്ന ജലകണങ്ങൾക്ക് ഉപ്പിൻ്റെ രുചിയല്ലാതെ പിന്നെ എന്താണ്? ഉള്ളിലെ സങ്കടക്കടലിൽ നിന്ന് ഒഴുകി വരുന്ന ഈ ജലം ഇതാ യേശു കണ്ണുനീർ വാർക്കുകയാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടവൻ്റെ അടുക്കൽ, ജീവിതത്തിൽ വഴിതെറ്റിയവൻ്റെ അടുക്കൽ ഉയർത്തെഴുന്നേറ്റവൻ ഇതാ ഉയിരേകാനായി ഓടിയെത്തുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സ്വർഗത്തിലെ മാലാഹമാർക്കിടയിൽ നടത്തിയ ഒരു മത്സരത്തെക്കുറിച്ചൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഭൂമിയിലെ ഏറ്റവും അമൂല്യമായ വസ്തു ശേഖരിച്ചു കൊണ്ടുവരുവാൻ ഉള്ള മത്സരമായിരുന്നു അത്. മാലാഹമാർ ഭൂമിയിലേക്ക് യാത്രയായി. എല്ലാവരും വിശിഷ്ടമായ രത്നങ്ങൾ, വിശിഷ്ടമായ മുത്തുകൾ, പവിഴങ്ങളൊക്കെ കൊണ്ടുവന്നു. എന്നാലൊരു കൊച്ചു മാലാഹയാകട്ടെ ഒരു കൊച്ചു കുപ്പിയിൽ അല്പം ജലവുമായി അവിടെ എത്തി. ഭൂമിയിലെ ഏറ്റവും അമൂല്യമായ വസ്തു ദൈവം പരിഗണിച്ചത് ആ കൊച്ചുകുപ്പിയിലെ ഒരിറ്റ് ജലമായിരുന്നു. ദേവാലയത്തിൻ്റെ ഉള്ളിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചൊരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണ കണ്ണീരുമായി ഈ കൊച്ചുമാലാഹ ഭൂമിയിലെ ഏറ്റവും വിലപിടിച്ചതായി മടങ്ങിയെത്തിയത്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഈ ഭൂലോകത്തേക്കാൾ വിലയുള്ളതാണ് നിന്റെ ജീവനും നിന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരും. റിപ്പന്റ്, അനുതാപം, ഇതർത്ഥമാക്കുന്ന മൂലഭാഷയിലുള്ള അർത്ഥം തിരികെ വന്ന് മറുപടി കൊടുക്കാം എന്നുള്ളതാണ്. കാത്തിരിക്കുന്ന ദൈവസ്നേഹത്തിന് മുമ്പിൽ തിരികെ വന്ന് മറുപടി കൊടുക്കുക, ഇതാണ് യഥാർത്ഥ അനുതാപം. അനുതാപം തെറ്റേറ്റുപറയുക മാത്രമല്ല, അനുതാപം ശരി ചെയ്യാനുള്ള സമർപ്പണമാണ്. അനുരഞ്ജനമുണ്ടാകണമെങ്കിൽ, അനുതാപമുണ്ടായെങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. ഈ വർഷത്തെ നമ്മളുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ ഇടവകകൾ അനുരഞ്ജനത്തിൻ്റെ വർഷമായി മാറ്റിവെക്കുന്നെങ്കിൽ, അനുരഞ്ജനം അനുതാപത്തിലൂടെയാണ് രൂപപ്പെടേണ്ടത്. കൂടെയിരിക്കാം, കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞ ദൈവത്തെ മറന്നുപോയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, നമ്മുടെ ചിന്തകളെ നമുക്ക് ഏകാഗ്രമാക്കാം. ഒരിറ്റ് കണ്ണുനീർ ഈ പന്തലിനുള്ളിൽ വീഴട്ടെ. ദൈവമേ, എന്നിൽ നിന്ന്, എൻ്റെ ഭവനത്തിൽ നിന്ന് നിന്നെ ഒഴിവാക്കിയെങ്കിൽ മാപ്പ്.
കൂടെ ഇരുന്ന് നടത്തിയ ദൈവത്തെ വിസ്മരിച്ചു പോയെങ്കിൽ ഇതാ തിരികെ വന്ന് നമുക്ക് മറുപടി കൊടുക്കാം. കാത്തിരിക്കുന്ന ദൈവസ്നേഹത്തിന് മുൻപിൽ നമ്മുടെ ജീവിതങ്ങളെ ഒരിറ്റ് കണ്ണുനീരിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എൻ്റെ ഒറ്റപ്പെടലിൽ നീ ഒപ്പം ചേർന്നവനാണ്. ഞാൻ വഴിതെറ്റിയപ്പോൾ നീ എന്നെ വഴികാട്ടിയവനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ മധ്യത്തിൽ നീ എന്നെ ചേർത്ത് പിടിച്ചവനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യതയുടെ മധ്യത്തിൽ പരിഹസിക്കാതെ നീ എനിക്ക് വാത്സല്യത്തിൻ്റെ പ്രാതൽ തന്ന ദൈവമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്നും ഞങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്നുണ്ട്. അവൻ കണ്ണീരൊപ്പാൻ, ഭയമകറ്റാൻ, ആകുലതകളിൽ ചേർന്ന് നടപ്പാൻ. അങ്ങനെയെങ്കിൽ ഈ രാത്രി നമുക്ക് അനുതാപഹൃദയത്തോട് യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. എനിക്കൊരു അനുരഞ്ജനം അനിവാര്യമാണ്. എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ പ്രവൃത്തികളിൽ, എൻ്റെ ജീവിതങ്ങളിൽ ഞാൻ തെറ്റിപ്പോയെങ്കിൽ ഇതാ നിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്. പുതുവർഷം പുതുകൃപയോടെ ജീവിപ്പാൻ അവിടുന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.